ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സെറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരും കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു, ആ ഭാഗമൊക്കെ പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെറ്റിന്റെ തന്നെ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് വെൻ ഡയഗ്രം എന്നും വെൻ ഡയഗ്രം നമ്മൾ എങ്ങനെ വരയ്ക്കുമെന്നും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്താണ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്താണ്, എ മൈനസ് ബി എന്താണ്, ബി മൈനസ് എ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റുകളോട് കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റെഡിയാണോ? എന്നാ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. എന്താണ് വെൻ ഡയഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക? വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ്. ഒരു സെറ്റിനെ നമ്മളൊരു പിക്ചർ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? വെൻ ഡയഗ്രം എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലെ. യു എന്ന് പറഞ്ഞാൽ 1 3 5 7 9 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 5 9 ആണ്. യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തന്നിരിക്കുന്ന സെറ്റുകളുടെ എല്ലാം സൂപ്പർ സെറ്റ് ആയിട്ടുള്ള ഒരു സെറ്റിനെ അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാം അല്ലെ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഒന്നുമില്ല, ആദ്യം എന്ത് വരയ്ക്കാം? ഒരു റെക്റ്റാങ്കിള് വരയ്ക്കാം. ഓക്കെ, ഒരു റെക്റ്റാങ്കിള് നമ്മൾ ആദ്യം തന്നെ വരച്ചു വെക്കുന്നു. ഈ റെക്റ്റാങ്കിൾ ആണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ യു എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വെൻ ഡയഗ്രം എപ്പോൾ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആ റെക്റ്റാങ്കിൾ ആണ് യൂണിവേഴ്സൽ സെറ്റ്. അത് യൂണിവേഴ്സൽ സെറ്റ് തന്നാലും വരയ്ക്കണം, തന്നില്ലെങ്കിലും വരയ്ക്കണം. ഓക്കെ, ഇനി ഈ യൂണിവേഴ്സൽ സെറ്റിനകത്തായിരിക്കും എ എന്ന് പറയുന്ന സെറ്റ് വരിക. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഞാൻ എന്ത് വരച്ചു? എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ ഒരു റൗണ്ട് ആക്കി വരച്ചു. ഓക്കെ, സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റൗണ്ട് ആയിട്ടും. യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും? റെക്റ്റാങ്കിൾ ആകൃതിയിലും റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇനി എയിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാ നോക്കിയേ? 1 5 9. അത് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. 1 5 9 എന്ന് ഞാൻ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി ഈ യൂണിവേഴ്സൽ സെറ്റിലെ ഈ 1 5 9 ഒഴിച്ച് ബാക്കിയുള്ളത് ഏതൊക്കെയുണ്ട്? 3 ഉണ്ട്, 7 ഉണ്ട് അല്ലെ. അത് എയിൽ വരുന്ന എലമെന്റ്സ് ആണോ? അല്ല, പക്ഷെ എന്തിൽ വരുന്നുണ്ട്? യൂണിവേഴ്സൽ സെറ്റിൽ വരുന്നുണ്ട്. സോ അതിനെ ഇവിടെ എവിടെയെങ്കിലൊക്കെ അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ കണ്ടോ, യൂണിവേഴ്സൽ സെറ്റിൽ നമ്മൾ ഏതൊക്കെ എലമെന്റ്സ് നോക്കുമ്പോ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. കണ്ടോ, ഈ റെക്റ്റാങ്കിളിനുള്ളിലല്ലേ ഈ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി എ എന്ന സെറ്റിനകത്ത് നോക്കുമ്പോഴോ 1 5 9 മാത്രമേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെൻ ഡയഗ്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റു കുറച്ച് വെൻ ഡയഗ്രംസ് കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് മറ്റ് പ്രോബ്ലംസിലേക്ക് പോവാം. അപ്പൊ നമുക്കിനി ഈ തന്നിരിക്കുന്ന സെറ്റുകളെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ 1 മുതൽ എത്ര വരെ തന്നിരിക്കുന്നു? 9 വരെ തന്നിരിക്കുന്നു അല്ലെ. എ എന്ന സെറ്റ് 1 3 5 7 ആണ്. ബി എന്ന സെറ്റ് 2 4 6 8 ആണ്. ഇങ്ങനെ രണ്ട് സെറ്റുകളൊക്കെ തരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കണം. കോമൺ ആയിട്ട് ഒന്നുമില്ലല്ലോ. ഇവിടെ 1 3 5 7 ആണ്, ഇവിടെ 2 4 6 8 ആണ്. കോമൺ ആയിട്ട് ഒരു സംഖ്യ പോലും വരുന്നില്ല. അപ്പൊ വെൻ ഡയഗ്രം വരയ്ക്കേണ്ടത് ആദ്യം എന്ത് വരച്ചു? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. സോ യൂണിവേഴ്സൽ സെറ്റ്. ദെൻ എ എന്ന സെറ്റും വരയ്ക്കണം, ബി എന്ന സെറ്റും വരയ്ക്കണം. രണ്ടും നമ്മൾ യാതൊരു ബന്ധവുമില്ല അല്ലെ, കാരണം കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടും നമ്മൾ യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മൾ എ എന്ന സെറ്റ് വരച്ചു, ബി എന്ന സെറ്റ് വരച്ചു. ഇനി എയിലുള്ള എലമെന്റ്സിനെ എയിനുള്ളിൽ എഴുതിക്കോളൂ. ഏതൊക്കെ വരും? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലെ. ഇനി ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 4 6 8. ഇനി ഈ എയും ബിയും കൂടെ ചേർത്തിട്ട് ഇവിടെ ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇനി യൂണിവേഴ്സൽ സെറ്റില് ബാക്കി എന്തും കൂടെ ഉള്ളൂ? 9 കൂടെ ഉണ്ട്. സോ 9 ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഈ സെറ്റുകൾക്ക് പുറത്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് 13 ഒന്നും വായിക്കാണ്ടിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഓരോരോ പോയിന്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 1 3 5 7 എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് 2 ആണ്, ഇത് 4 ആണ്, ഇത് 6 ആണ്, ഇത് 8 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് വേണമെങ്കിൽ ഓരോ പോയിന്റ്സ് ഇട്ട് കൊടുക്കാം. സോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യൂണിവേഴ്സൽ സെറ്റ് 1 മുതൽ 10 വരെയാണ്.
എയില് 1, 3, 5, 7, 9 ആണുള്ളത്. ബിയില് 2, 3, 5, 7 ആണുള്ളത് അല്ലെ. ഈ സാധനം കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് അപ് ടു 7 ഒക്കെയാണ് ബി. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്, ഓഡ് നമ്പേഴ്സിന്റെ സെറ്റുമാണ്. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ് 1 മുതൽ 10 വരെയുള്ള നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സുമാണ് എന്ന് വിചാരിക്കാം. എങ്ങനെ നമ്മൾ ഏതിൽ റെപ്രസെന്റ് ചെയ്യും, വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ എന്ത് വരച്ചു, ഒരു യൂണിവേഴ്സൽ സെറ്റിനെ നമ്മുടെ എന്തിൽ വരച്ചു, റെക്ടാംഗിളിൽ വരച്ചു അല്ലെ. ഇനി യൂണിവേഴ്സൽ സെറ്റില് ആദ്യത്തെ എയും ബിയും ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കണം, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞു എയിലും ബിയിലും എല്ലാം കോമൺ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എയിലും ബിയിലും ഉണ്ട് അല്ലെ. ഏതൊക്കെയുണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. 3, 5, 7 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ടത് ആദ്യം നമ്മൾ എനെ വരച്ചു, പിന്നെ ബിനെ വരയ്ക്കുമ്പോൾ ചേർത്ത് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ എയും ബിയും എയുടെ ഉള്ളിലേക്ക് ബി കയറിയിരിക്കുന്ന പോലെ ആകൃതിയിൽ വരയ്ക്കണം. സോ ഇത് എ, ഇത് ബി. ഓക്കെ ആണല്ലോ. ഇനി എയിൽ ഏതൊക്കെ എലമെന്റ്സ് ഉള്ള, 1, 3, 5, 7, 9 ഉള്ള. പക്ഷെ നമുക്കത് എഴുതാൻ വരട്ടെ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലെ. രണ്ട് സെറ്റിലും 3, 5, 7 കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ 3, 5, 7 നിങ്ങൾ ഇവിടെ അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാം. 3, 5, 7. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ രണ്ടും ചേരുന്ന ആ ഭാഗത്ത്, എയും ബിയും കൂടെ ചേരുന്ന ഈ ഭാഗമല്ലേ വരുന്നത്. അപ്പൊ അവിടെ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന 3നെയും 5നെയും 7നെയും ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇനി ഏതൊക്കെയുള്ള ഏല് ബാക്കി എന്തൊക്കെയുണ്ട്, 3, 5, 7 കഴിഞ്ഞാ 1, 9 ഉള്ളത് അല്ലെ. അപ്പൊ ആ 1, 9 നമ്മള് ഏല് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. എയുടെ ഉള്ളിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കി ഏല് എന്തൊക്കെ വന്നു, 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. എ എന്ന ആ റൗണ്ടില് അല്ലെ, കണ്ടോ, എ എന്ന ഈ റൗണ്ടില് എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി ബിയിലേക്ക് പോകുമ്പോ 2, 3, 5, 7 ആണ് അവിടെ വേണ്ടത്. ഓൾറെഡി 3, 5, 7 നമ്മൾ ഈ രണ്ടും കൂടെ ചേരുന്ന ആ ഭാഗത്ത് എഴുതി. ഇനി ബാക്കി ഏത് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. സോ അത് അവിടെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കി ഏതൊക്കെയുണ്ട് നോക്കി. ഇവിടെ നമ്മൾ എന്തൊക്കെ എഴുതി, 1 മുതൽ 10 വരെയാണ് യൂണിവേഴ്സൽ സെറ്റ് അല്ലെ. അതിൽ ഏതൊക്കെ എഴുതി, 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതിയിട്ടില്ല. സോ 4 ഇവിടെ എഴുതാം. പിന്നെ 5 എഴുതിയിട്ടുണ്ട്, 6 എഴുതിയിട്ടില്ല, അത് ഇവിടെ എവിടെയെങ്കിലും എഴുതാം. 7 എഴുതിയിട്ടുണ്ട്, 8 എഴുതിയിട്ടില്ല, അത് ഇവിടെ എവിടെയെങ്കിലും എഴുതാം. സോ കഴിഞ്ഞു, റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. വെൻ ഡയഗ്രത്തിന് സിമ്പിൾ അല്ലേ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിലും കോമൺ ആയിട്ട് വല്ലതും വരുന്നുണ്ടോ, തന്നിരിക്കുന്ന സെറ്റുകളിൽ കോമൺ ആയിട്ട് വല്ലതും വരുന്നുണ്ടോ നോക്കണം. കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്, ഇത് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. സബ്സെറ്റ് ആണെങ്കിൽ വേറെ രീതിയിലാണ്, അത് പറഞ്ഞുതരാം. കോമൺ ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ വരച്ചു. എന്നിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആ എലമെന്റ്സിനെ എടുത്ത് ഇത് രണ്ടും കൂടെ ചേരുന്ന ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തു അല്ലെ. എന്നിട്ട് ബാക്കി എയിലുള്ള എലമെന്റ്സ് നമ്മൾ ഇവിടെ എഴുതി, ബിയിലുള്ള എലമെന്റ്സിനെ ഇവിടെ എഴുതി. പിന്നെ എയിലും ബിയിലും ഇല്ലാത്ത എലമെന്റ്സിനെ, യൂണിവേഴ്സൽസിലെ ബാക്കി എലമെന്റ്സിനെ നമ്മൾ ഈ 2 റൗണ്ടിനും പുറത്തേക്കാക്കിയിട്ട് എഴുതി. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് സബ്സെറ്റിന്റെ കേസൊക്കെ വരുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്നുകൂടെ, വെൻ ഡയഗ്രത്തെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്നുകൂടെ നോക്കി നോക്കാം. നമുക്ക് ഈ ഒരു സെറ്റുകളെയാണ് നമ്മുടെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. യൂണിവേഴ്സൽ സെറ്റ് എത്ര മുതൽ, 1 മുതൽ 10 വരെ തന്നിട്ടുണ്ട് അല്ലെ. എ എന്ന സെറ്റ് 1 മുതൽ 5 വരെയുള്ള സെറ്റാണ്. ബി എന്ന സെറ്റ് ഓഡ് നമ്പേഴ്സ് അപ് ടു 5 ആണ്, 1, 3, 5 ആണ്. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്ത് നോക്കി നോക്കാം. അതിനു മുമ്പ് ഈ ബിയും എയും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടല്ലോ, എന്താണത് എന്നാലോചിച്ച് നോക്കി. കിട്ടി? യെസ്, ബി എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റ് ആണ് അല്ലെ. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കി നോക്കാം. ആദ്യം നമ്മൾ എന്ത് വരച്ചു, യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. നല്ല വൃത്തിയില് എന്ത് ചെയ്തു, ഇത് വൃത്തിയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വരയ്ക്കുന്ന വൃത്തിയിൽ വരയ്ക്കണം കേട്ടോ. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എന്തിൽ വരച്ചു, ഒരു റെക്ടാംഗിളിന്റെ ആകൃതിയിൽ വരച്ചു അല്ലെ. എന്നിട്ട് അതിൽ എയും വേണം, ബിയും വേണം. ഇനി എയും ബിയും വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എ എന്ന് പറഞ്ഞ ഒരു വലിയ സെറ്റ് വരയ്ക്കാം. ഓക്കെ, എയുടെ സബ്സെറ്റ് ആണ് ബി എങ്കിൽ ഞാൻ ബി എ ഈ എക്കുള്ളിലാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഇത് എ, ഇത് ബി. മനസ്സിലായോ? കാരണം എയിലുള്ള അതേ എലമെന്റ്സ് തന്നെ അല്ലെ, കുറച്ച് കുറവാണെങ്കിൽ പോലും അതേ എലമെന്റ്സ് തന്നെയാണ് ബിയിൽ വരുന്നത്. സോ അപ്പൊ ഏത് ഉള്ളിലായിരിക്കും ബിയുടെ സ്ഥാനം, ഏതില് സബ്സെറ്റ് വരുമ്പോ. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കോ, ബിയിലുള്ള എലമെന്റ്സ് നിങ്ങൾ ആദ്യം എഴുതിക്കോ. 1, 3, 5 നമ്മൾ എഴുതി അല്ലെ. 1, 3, 5 എടുത്ത് എഴുതി.
ഇനി എ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഈ 1, 3, 5 നമ്മൾ ഉൾപ്പെടെയാണ് എയിൽ വരുന്നത്. സോ 1, 3, 5 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ബാക്കി ഏതൊക്കെയുള്ള 2 ഉണ്ട് 4 ഉണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ അങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുക എക്കുള്ളില്. സോ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കി എന്തുണ്ട്? 1 മുതൽ 5 വരെ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി 6, 7, 8, 9, 10 ഉണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ യൂണിവേഴ്സൽ സെറ്റില് റെപ്രസെന്റ് ചെയ്യാം. 6, 7, 8, 9, 10. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? അപ്പോ വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്തിനെ സെറ്റിന്റെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ നടത്താൻ വേണ്ടി പറ്റും. സെറ്റിനെ നമ്മൾ പിക്ചർ ആക്കിയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? നമുക്കിനി അടുത്തതായിട്ട് ഓപ്പറേഷൻ ഓൺ സെറ്റ് നോക്കി നോക്കാം. സെറ്റിന് നമുക്ക് കുറച്ച് ഓപ്പറേഷനുകൾ നടത്തി നോക്കാം. നമ്മളിപ്പോൾ ഡോക്ടർ ആവാൻ പോവാണ്. സെറ്റിന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാം. റെഡിയാണോ? ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തത് യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. യൂണിയൻ ഓഫ് സെറ്റ്സ്. ഓക്കെ, യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ അറിയാം, ഒരുപാട് യൂണിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ചുറ്റും ഒരുപാട് യൂണിയനുകൾ ഉണ്ട് അല്ലെ. പാർട്ടിപരമായിട്ടും അല്ലാത്തും ഒക്കെ ആയിട്ടുള്ള കുറെ യൂണിയനുകൾ കേൾക്കുന്നുണ്ട്. എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒന്നിച്ചൊന്നിച്ച് നിൽക്കുന്ന ആ സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിയൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇവിടെയും അത് തന്നെയാണ് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. 1, 3, 5, 7 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്. അതിൽ 1, 4, 7, 11, 13 ആണുള്ളത് വെച്ചോ. ഓക്കെ, അപ്പൊ എയും ബിയും ഉണ്ടല്ലോ രണ്ട് സെറ്റ്. ഇനി ഇതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു യൂഡ് ഓക്കെ ആണല്ലോ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനത്തിന് ഇങ്ങനെ തിരിച്ചിടുന്നതിനായിരുന്നു സബ്സെറ്റ് എന്ന് വിളിക്കുക അല്ലെ. ഇങ്ങനെ ഇടുകയാണെങ്കിൽ സബ്സെറ്റ്. പക്ഷെ അതിന് നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ അത് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, മറ്റേത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് കൊടുക്കുന്നതാണ് യു എന്ന് പറയുന്നത് കേട്ടോ. എ യൂണിയൻ ബി എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. എ യൂണിയൻ ബി കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേര് യൂണിയൻ ആണ്. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സിനെയും അവരൊരു യൂണിയൻ ഉണ്ടാക്കാൻ പോവാം. അവരെല്ലാവരും കൂടെ ചേർത്ത് നമ്മളൊരു സെറ്റിൽ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ യൂണിയൻ ബി. ഓക്കെ, എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സിനെയും ചേർത്തുകൊണ്ട് നമ്മളൊരു സെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എ യൂണിയൻ ബി എന്തായിരിക്കും എന്ന് പറഞ്ഞേ? എയിലെയും ബിയിലെ എല്ലാ എലമെന്റ്സും വേണം. അപ്പൊ നമ്മൾ 1 എഴുതി അല്ലെ. എയിലെ എലമെന്റ്സ് നമുക്ക് ആദ്യം എഴുതാം. 3 എഴുതി, 5 എഴുതി, 7 എഴുതി. ഇനി ബിയിലെ എലമെന്റ്സ് ഏതൊക്കെയുള്ള? 1 നമ്മൾ 1 വീണ്ടും എഴുതണോ? കാരണം ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റിനെ ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് 1 ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ട. 1 ഞാൻ ഓൾറെഡി എഴുതിയത് കൊണ്ട്. ഓക്കെ, ഈ 4 ഞാൻ എഴുതിയിട്ടില്ല. സോ 4 എഴുതി. അടുത്ത് 7 ഞാൻ എഴുതിയിരിക്കണു അല്ലെ. ഇനി 7 എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത 11 ആണ്. 11 എഴുതി. പിന്നെ 13 ആണ്. 13 എഴുതി. ക്ലോസ് ചെയ്തു. നമുക്ക് പരിപാടി കഴിയും. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ ഒരു സെറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ യൂണിയൻ ബി. ഇനി രണ്ടിലും കോമൺ ആയിട്ടുള്ള സംഭവത്തിനെ ഒരു പ്രാവശ്യം നമ്മൾ എഴുതിയാൽ മതി. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കി നോക്കാം. എ ഈക്വൽ ടു 5, 9, 11, 13 ആണെന്ന് വയ്ക്കാം. ബി ഈക്വൽ ടു 1, 2, 3, 4, 5, 6 എന്നാണ് വിചാരിക്കാം. ഇത് 5 ആണ്. 5, 6 ആണെന്ന് വിചാരിക്കണം. എന്തായിരിക്കും എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സിനെയും ചേർത്ത് എഴുതാം. അപ്പൊ നമുക്കൊരു ഓർഡറിൽ എഴുതി പോവാം. ചെറുതെന്ന് വലുതിക്ക് എഴുതാം. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. പിന്നെ ഇവിടെ ഏതൊക്കെയുള്ള? 5 നമ്മൾ എഴുതിയോണ്ടെങ്കിൽ എഴുതണ്ട. ബാക്കി എന്താണ്? 9, 11, 13 ഉണ്ട്. 9, 11, 13. മനസ്സിലായോ? അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും മുഴുവൻ എലമെന്റ്സിനെയും ഒന്നിച്ച് ഒരു സെറ്റ് ആക്കി നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെയാണ് എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എയിലെയും ബിയിലെയും എലമെന്റ്സിനെ എഴുതുമ്പോൾ അതിൽ രണ്ടിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്സ് ഞാൻ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെ. ഇത്രേ ഉള്ളൂ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്കിനി ഇതിനെ എങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം? എ യൂണിയൻ ബി യെ വെൻ ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നോക്കാം. സപ്പോസ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു വരച്ചോണ്ടിരുന്നത്? എ
ബി അല്ലെ, ആ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എഴുതുമായിരുന്നു. ഇത് യൂണിവേഴ്സൽ സെറ്റ് അല്ലെ, ഇത് എയും ഇത് ബിയും. എന്തൊക്കെയോ എലമെന്റ്സ് ആയിക്കോട്ടെ കേട്ടോ, ഒരു പ്രശ്നമില്ല. എന്തൊക്കെയോ എലമെന്റ്സ് എന്ന് വെക്കാം. എ യൂണിയൻ ബിനെ നിങ്ങളുടെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ, എ യൂണിയൻ ബിയെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ എയിൽ എലമെന്റ്സിനെ എഴുതണം, ബിയിൽ എലമെന്റ്സിനെ എഴുതണം അല്ലെ. നമ്മൾ ഇതിനെ പിക്ടോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ എയും ബിയും കൂടെ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ എ യൂണിയൻ ബി ആവും. ക്ലിയർ ആണോ? എയും ബിയും കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ആയി. ഇനി സപ്പോസ് എയിലും ബിയിലും കോമൺ ആയിട്ട് ഒന്നുമില്ലാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ് വരച്ചു, ഇത് എ ഇവിടെ വരച്ചു, ബി അവിടെ വരച്ചു, യാതൊരു ബന്ധമില്ലാണ്ട് നിൽക്കുകയാണ്. ഇവരെ തമ്മിൽ യൂണിയൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക നമ്മള്. നടക്കുവോ? നടക്കായികൊന്നുമില്ല, ഒന്നുമില്ല. ഈ എനെയും ഈ ബിനെയും ഇവിടെ എനെ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യാം, ഇവിടെ ബിനെ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എയിലും ബിയിലെ എലമെന്റ്സിനൊക്കെ മൊത്തത്തിൽ ചേർത്ത് എഴുതും അല്ലെ. അവിടെ കോമൺ ആയിട്ട് ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം എഴുതാൻ ഒരു പേടിയില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എയിലെയും ബിയിലെയും മൊത്തം എലമെന്റ്സിനെ ചേർത്ത് എഴുതാം. ഇനി സബ്സെറ്റ് ആയിട്ട് വരുന്നതെങ്കിലോ അതിന്റെ എ യൂണിയൻ ബി എങ്ങനെയായിരിക്കും? ഇത് യൂണിവേഴ്സൽ സെറ്റ്, എ ആദ്യം വരച്ചു, ബി അതിനുള്ളിൽ വരച്ചു അല്ലെ, എ ബി. അപ്പൊ നമ്മൾ എന്തുമാത്രം ഷെയ്ഡ് ചെയ്താൽ മതി? ഇതല്ല, മൊത്തത്തിൽ അല്ലെ, മൊത്തത്തിൽ ഏതിനെ ഷെയ്ഡ് ചെയ്യാം? എനെ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ നേരത്തെ ബീനെയാണ് ഷെയ്ഡ് ചെയ്തത്, അതല്ല, എനെ മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യാം. അതായിരിക്കും എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ബി എന്ന് പറയുന്ന സാധനം എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും കേട്ടോ. അത് നമുക്ക് പഠിക്കാം, അതവിടെ വരട്ടെ. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇവിടെ നിന്ന് മനസ്സിലായ എന്താ? എയും ബിയും കൂടെ ചേരുന്നത് പറഞ്ഞാൽ എ തന്നെയായിരിക്കും അല്ലെ, ആണല്ലോ. സബ്സെറ്റിന്റെ കേസിലാകുമ്പോൾ എ തന്നെയായിരിക്കും. അപ്പൊ ഇതാണ് 3 വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ കേട്ടോ, എ യൂണിയൻ ബിയുടെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കി നോക്കാം. നമുക്കിനി യൂണിയൻ ഓഫ് സെറ്റ്സിന്റെ യൂണിയനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കൂടെ ഒന്നിച്ച് ചേർത്ത് നമ്മളൊരു സെറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതാണ് എ യൂണിയൻ ബി. ഓക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള യൂണിയൻ ഓഫ് സെറ്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്കറിയാവുന്നതാണ്, ഇപ്പൊ ഒരുപാട് കേട്ട് തഴമ്പിച്ച സാധനമാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്ന സാധനം അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് പ്ലസിന്റെ കമ്മ്യൂട്ടേറ്റീവ് ലോ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ പ്ലസ് എന്ന് പറയുന്ന, അതായത് കൂട്ടണം എന്നുള്ള ചിഹ്നം എന്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ യൂണിയൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ട് അല്ലെ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തെന്നെ നമ്മൾ എഴുതാം? എയിലും ബിയിലും കൂടെ എല്ലാ എലമെന്റ്സിനും കൂടെ ചേർത്ത് എഴുതും. ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും ബിയിലെയും എയിലെയും എല്ലാ എലമെന്റ്സിനും ചേർത്ത് എഴുതും. രണ്ടും ഒരു സെറ്റ് തന്നെ ആയിരിക്കില്ലേ അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈക്വൽ സെറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ച രണ്ടിലെയും എലമെന്റ്സ് ഒരേപോലത്തെ എലമെന്റ്സ് ആണെങ്കിൽ ഈക്വൽ സെറ്റ്സ് ആണ്. അവിടെ നമുക്ക് ഓർഡർ ഒന്നും ഒരു പ്രശ്നമല്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും ഒരേ സെറ്റ് തന്നെയാണ് കിട്ടുക. സോ ദെർഫോർ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സെറ്റ്സിന് ബാധകമാണ്, ആണല്ലോ. ഓക്കെ, ഇനി അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് മാറി കളിക്കുന്ന പരിപാടിയാണ് അല്ലെ. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഈ ബ്രാക്കറ്റ് ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ എ യൂണിയൻ ബി ആണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ ഈ ഒരു സൈഡ് ചെയ്യുമ്പോൾ ബി യൂണിയൻ സി ആണ് ആദ്യം ചെയ്യേണ്ടത്, എന്നിട്ട് അതിനോടൊപ്പം എ യൂണിയൻ ചേർക്കണം. ആദ്യം ബി യൂണിയൻ സി കാണാം, ബിയിലെയും സിയിലെ എലമെന്റ്സിനെല്ലാം കൂടെ ചേർത്ത് എഴുതുക, എന്നിട്ട് അതിനോടൊപ്പം എന്ത് ചേർത്ത് എഴുതുക? എയും കൂടെ ചേർത്ത് എഴുതുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കൂ. ആദ്യം നമ്മൾ എന്ത് കാണും? എനെയും ബിനെയും ചേർത്ത് എഴുതി ഒരു സെറ്റ് ഉണ്ടാക്കുന്നു, ആ സെറ്റിന്റെ ഒപ്പം സിയും കൂടെ ചേർത്ത് എഴുതുന്നു അല്ലെ. ബ്രാക്കറ്റിനുള്ളതാണ് എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ. എന്തിലോ? ബോർഡ് മാസ് അല്ലെ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ഏത് കണക്ക് കിട്ടിയാലും ചെയ്തു വരേണ്ടത്. അത് ഇവിടെയും ബാധകമാണ്. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിലുള്ള നമ്മൾ ആദ്യം ചെയ്യും, എന്നിട്ട് മറ്റേതിനോടൊപ്പം യൂണിയൻ ചെയ്യും. അതും ഇതും രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെയാണ് അസോസിയേറ്റീവ് ലോ എന്ന് വിളിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, പ്രൂവ് ചെയ്യണ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഇനി എ യൂണിയൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു എ. ഇതെന്ന സാധനം 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ് ആണ് അല്ലെ. എ യൂണിയൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു എ. ശരിയാണോ? സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. എ ഈക്വൽ ടു 1, 3, 5 ആണെന്ന് വെക്കാം. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഒന്നുമില്ലാത്ത സെറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ? നൾ സെറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതന്നെ എഴുതുക?
1, 3, 5 തന്നെ എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ അല്ലേ? എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും നൾ സെറ്റും കൂടെ യൂണിയൻ എന്നുള്ള ഓപ്പറേഷൻ ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, എ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ് എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്, ദാറ്റ് മീൻസ് യൂണിയന്റെ ഐഡന്റിറ്റി എലമെന്റ് 5 തന്നെയാണ്. അതായത് എ എന്ന സെറ്റിനോടൊപ്പം യൂണിയൻ മറ്റേതോ ഒരു സെറ്റ് ചെയ്തപ്പോ എനിക്ക് എ തന്നെ കിട്ടിയെങ്കിൽ ഈ സാധനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഐഡന്റിറ്റി എലമെന്റ് എന്ന് വിളിക്കുക. അത് എല്ലാത്തിലും ശരിയായിരിക്കും വേണം. ഒന്നിലും മാത്രമല്ല, എല്ലാത്തിലും ശരിയായിരിക്കും കൂടെ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിറ്റി എലമെന്റ് എന്ന് വിളിക്കാം. പ്ലസിന്റെ ഐഡന്റിറ്റി എലമെന്റ് അതായിരിക്കും കൂട്ടുന്ന സ്ഥാനത്തിന്റെ. നോക്കിക്കോ, 5ന്റെ ഒപ്പം എന്തോ ഒരു സ്ഥാനം കൂട്ടിയപ്പോ എനിക്ക് 5 തന്നെ കിട്ടി. ഇത്ര എന്ത് കൂട്ടുമ്പോഴാ? 0 അല്ലെ? അപ്പൊ പ്ലസിന്റെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? 0 ഇനി ഇൻറ്റു ആണെങ്കിലോ 5ന്റെ ഒപ്പം എന്തോ ഒന്ന് ഗുണിച്ചപ്പോ എനിക്ക് 5 തന്നെ കിട്ടി. ഇത്ര എന്ത് ഗുണിക്കുമ്പോഴാ? 1 ഗുണിക്കുമ്പോ അല്ലെ? അപ്പൊ ഇൻറ്റുവിന്റെ ഐഡന്റിറ്റി എലമെന്റ് എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോ പ്ലസിന്റെ ഐഡന്റിറ്റി എലമെന്റ് 0, ഇൻറ്റുവിന്റെ ഐഡന്റിറ്റി എലമെന്റ് 1 ആണ്. അതേപോലെ യൂണിയന്റെ കേസിലേക്ക് വരുമ്പോ യൂണിയന്റെ ഐഡന്റിറ്റി എലമെന്റ് നൾ സെറ്റ് ആയിരിക്കും. ഏത് സെറ്റ് എടുത്ത് നിങ്ങൾ നോക്കിക്കോ, അതിനെ നൾ സെറ്റിനോടൊപ്പം യൂണിയൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സെറ്റ് തന്നെ കിട്ടും. സോ ദാറ്റ് മീൻസ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് യൂണിയൻ ഈസ് നൾ സെറ്റ്. ക്ലിയർ ആണോ? അടുത്ത് നോക്കൂ, എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് ആയിരിക്കുമല്ലോ അല്ലെ? എയും എയും കൂടെ യൂണിയൻ ചെയ്യാന്ന് പറഞ്ഞാൽ എയിലുള്ള അതേ എലമെന്റ്സ് തന്നെയല്ലേ അടുത്ത എയിലും ഉണ്ടാവുക. നമുക്കറിയാം ഒരു എലമെന്റിന് ഒരു പ്രാവശ്യം ഒരു സെറ്റിൽ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് 2 പ്രാവശ്യം നമ്മൾ എ യൂണിയൻ എ എന്ന് എഴുതുമ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേ എലമെന്റിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ദാറ്റ് ഈസ് ഇതിനെ ഐഡംപൊട്ടന്റ് ലോ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ, യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ. ഇത് യൂണിവേഴ്സൽ സെറ്റിനെ സൂചിപ്പിക്കുന്ന യു ആണ്, ഇത് യൂണിയനെ സൂചിപ്പിക്കുന്ന യു ആണ്, ഇത് എ എന്ന സെറ്റിനെ. എന്തായിരിക്കും വരിക? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാലേ വലിയ സെറ്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിനെ എന്റെ ഒപ്പം നമ്മൾ യൂണിയൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് യു. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. യു ഈക്വൽ ടു 1, 2, 3, 4, 5. യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ എ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു 1, 3, 5 എന്ന് മാത്രം എടുത്തോ. എന്തായിരിക്കും യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറയുന്ന സാധനം? യൂണിവേഴ്സൽ സെറ്റിനെയും എനെയും കൂടെ ചേർത്ത് എഴുതാം. എന്തെന്നെ ഉള്ളൂ? 1, 2, 3, 4, 5. വീണ്ടും ഞാൻ 1, 3, 5 എഴുതണോ? വേണ്ട. 1, 3, 5 ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് എന്ത് തന്നെയാണ്? യൂണിവേഴ്സൽ സെറ്റ് തന്നെയല്ലേ? അപ്പോ ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ് കിട്ടുക. അതിനെ നമ്മൾ ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ലോ ഓഫ് യു എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടെ, ഇഫ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആണ്? ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ ബിയുടെ സബ്സെറ്റ് ആണെന്നാ പറയുന്നത് അല്ലെ? എന്ന് വെച്ചാൽ ബി ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ എലമെന്റ് ഉള്ള സെറ്റ്. അപ്പൊ എനെയും ബിനെയും കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമുക്കറിയാം എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞാൽ ബിയിലെ എലമെന്റ്സ് തന്നെയായിരിക്കും എയിൽ ഉണ്ടാവുക. കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം അല്ലെ? ആണല്ലോ. ചിലപ്പോൾ ഫുള്ളും ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുണ്ടാവും, അല്ലെങ്കിൽ നൾ സെറ്റ് ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയും ബിയും കൂടെ ചേർക്കുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന എന്തായിരിക്കും? ബി ആയിരിക്കും. എയും ബിയും കൂടെ ചേർത്താൽ യൂണിയൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ബി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു 1, 3, 5 അല്ലെ? ബി ഈക്വൽ ടു ബി ആണ്, എ ആണല്ലോ ബിയുടെ സബ്സെറ്റ്. അപ്പൊ ഇതിനേക്കാൾ കുറച്ചും കൂടെ എലമെന്റ്സ് കൂടുതൽ വേണം അല്ലെ? 5, 7, 9. നോക്കിക്കോ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തെന്നെ കിട്ടാം? എയിലെയും ബിയിലെ എലമെന്റ്സിനെയും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 1, 3, 5 എഴുതി. ഇനി വീണ്ടും 1, 3, 5 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ എഴുതി അല്ലെ? ഇനി എന്താ ഉള്ളത്? 7, 9 ഉള്ള. സോ 1, 3, 5, 7, 9 എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? നോക്കിയേ, ബി തന്നെയല്ലേ? സോ ബി. അപ്പൊ ഇവിടെ ഏതാണോ സൂപ്പർ സെറ്റ് ആയിട്ട് വരുന്നത്, ഓക്കെ, അതായിരിക്കും എ യൂണിയൻ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന സാധനം. ഇപ്പോ ഇവിടത്തെ തിരിച്ചാണോ എന്ന് വെച്ചോ, ബി ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ആണെന്ന് വെച്ചോ, എന്തായിരിക്കും എ യൂണിയൻ ബി? ഇവിടുത്തെ സൂപ്പർ സെറ്റ് ഏതാ? എ ആണ് അല്ലെ? എയുടെ സബ്സെറ്റ് ആണ് ബി. അപ്പോ നമ്മൾ എന്ത് എഴുതണം? എ യൂണിയൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് 1 വേർഡ് എന്നൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ.
ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? ബി തന്നെയായിരിക്കും. ഓക്കെ, ഏതാണോ സൂപ്പർ സെറ്റ് അതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ഓപ്പറേഷനിലേക്ക് പോവാം. സെറ്റുമായി ബന്ധപ്പെട്ട അടുത്ത ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് നോക്കാം. ഓപ്പറേഷൻ ഓൺ സെറ്റ്സിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഇന്റർസെക്ഷൻ ഓൺ സെറ്റ്സ് എന്താണെന്ന് നോക്കി നോക്കാം. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എനെയും ബിനെയും കൂടെ ഒന്നിച്ച് ചേർത്ത് എഴുതുന്നതിനെയായിരുന്നു നമ്മൾ യൂണിയൻ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞത് അല്ലെ. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ എടുത്തെഴുതുന്ന സംഭവത്തെയാണ് നമ്മൾ എന്ന് വിളിക്കാം? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് വിളിക്കാം. ഒന്നും കൂടെ പറഞ്ഞുതരാം. എ ബി ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ് കാണേണ്ടതെന്ന് വെക്കാം. എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ്. ഓക്കെ, ഇതിന്റെ ഇന്റർസെക്ഷൻ കാണുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന രണ്ടിലും വരുന്ന എലമെന്റ്സിനെ എടുത്ത് എഴുതി വെക്കുക. അതാണ് എ ഇന്റർസെക്ഷൻ ബി. സിമ്പിൾ ആണ്. മനസ്സിലായോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4, 5 ആണെന്ന് വെക്കാം. ബി എന്ന് പറയുന്ന സെറ്റില് നമുക്ക് 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട് എന്ന് വെക്കാം. എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് കേട്ടോ. എന്ത് ചെയ്യാം? യൂണിയനെ നേരെ തലതിരിച്ചിടുക. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസെക്ഷൻ. ഇത് നമ്മൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്നാണ് വായിക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയുള്ളത് നോക്കി. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, സോ അത് കോമൺ ആണ് അല്ലെ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല, സോ അത് കോമൺ അല്ല. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, കോമൺ ആണ്. പിന്നെ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഇല്ല, സോ അത് കോമൺ അല്ല. അടുത്ത 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, സോ അത് കോമൺ ആണ്. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 3, 5 ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1, 3, 5. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാം? വെൻ ഡയഗ്രം ഉപയോഗിച്ച് എ ഇന്റർസെക്ഷൻ ബിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ആദ്യം യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ വരച്ചു. എ വരച്ചു, ബി വരച്ചു. എയും ബിയും കൂടെ എന്താണ് ചേർന്നിരിക്കുന്നത്? ദാറ്റ് മീൻസ് ഇവിടെ കോമൺ ആയിട്ടുള്ള ഭാഗം ഉണ്ട് എന്നാണ് അർത്ഥം അല്ലെ. നമ്മൾ പറഞ്ഞു എയും ബിയും കൂടെ ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കോമൺ ആയിട്ടുള്ള സംഭവം ഉണ്ട്. ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, എയും ബിയും കൂടെ ചേരുന്ന ഭാഗം ആണല്ലോ. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ആയിരിക്കില്ലേ? സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി രണ്ടും തമ്മിൽ ചേരാത്ത ഭാഗമാണെങ്കിലോ ഇതാ ഇങ്ങനെ കിടക്കാന്ന് വെച്ചു, ഇങ്ങനെ. ഓക്കെ, ഇവിടെ വല്ലതും കോമൺ ആയിട്ടുണ്ടോ? ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് എ, ഇത് ബി. എയിലും ബിയിലും എല്ലാം കോമൺ ആയിട്ടുണ്ടോ? അപ്പൊ ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട. ഇതാണ് പക്ഷെ എ ഇന്റർസെക്ഷൻ ബി. ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട, ഷെയ്ഡ് ചെയ്യാൻ നിൽക്കണ്ട, കാരണം രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കാനും നിൽക്കണ്ട. ഇതങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിക്സ്ഡ് ആയിട്ട് വരച്ചു വെച്ചാൽ മാത്രം മതി. ഇനി ഇത്തരം സെറ്റിനെ, അതായത് കോമൺ ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത്തരം സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോയിന്റ് സെറ്റ് എന്നുള്ളത് കേട്ടോ. കോമൺ ആയിട്ട് വല്ലതും ഉള്ള സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ജോയിന്റ് സെറ്റ്. എയും ബിയും പരസ്പരം ബന്ധമില്ലാത്ത, അതായത് എയും ബിയിലും കോമൺ ആയിട്ട് ഒന്നും വരാത്ത സെറ്റുകളെ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോ ഇത്തരം സെറ്റുകളെ ജോയിന്റ് സെറ്റ് എന്നും ഇത്തരം സെറ്റുകളെ ഡിസ്ജോയിന്റ് സെറ്റ് എന്നും വിളിക്കും. സോ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ദാറ്റ് ഈസ് നൾ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കുക. ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, എയിലും ബിയിലും കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സെറ്റുകളെ ജോയിന്റ് സെറ്റ് എന്നും അല്ലാത്ത സെറ്റുകളെ ഡിസ്ജോയിന്റ് സെറ്റ് എന്നും വിളിക്കും. ഇനിയിപ്പോ സപ്പോസ് നമുക്ക് നമ്മുടെ സബ്സെറ്റ് ആയിട്ടുള്ള സെറ്റ് വരികയാണെന്ന് വെച്ചോ. ഇത് എ, ഇത് ബി. ഓക്കെ, ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഏതായിരിക്കും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് എന്ത് മൊത്തത്തിൽ വരും? ബി മൊത്തത്തിൽ വരും അല്ലെ. കാരണം എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഏതായിരിക്കും? ബി എന്ന സെറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബി മൊത്തത്തിൽ നമ്മൾ ഷെയ്ഡ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ ഇതാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജോയിന്റ് സെറ്റ് എന്താണെന്ന് പഠിച്ചു, ഡിസ്ജോയിന്റ് സെറ്റ് എന്താണെന്ന് പഠിച്ചു. ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയിലെ എന്തെങ്കിലുമൊക്കെ വരുന്ന സെറ്റിനെയാണ് ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കാം. എ ഇന്റർസെക്ഷൻ ബി ഒന്നും ഇല്ലാത്തതാണെങ്കിൽ, ദാറ്റ് മീൻസ് നൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ജോയിന്റ് സെറ്റ് എന്നും വിളിക്കും. അപ്പൊ ഇന്റർസെക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തായിട്ട് നമുക്ക്
ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ യൂണിയൻ ഓഫ് സെറ്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ച പോലെ അല്ലെ, ഇവിടെയും കമ്മ്യൂട്ടേറ്റീവ് ലോ പോസിബിൾ ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബി ഇന്റർസെക്ഷൻ എ തന്നെയായിരിക്കും. നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി അല്ലെ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാലും ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയായിരിക്കും. സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയും. ഓക്കെ, അസോസിയേറ്റീവ് ലോ നമ്മുടെ ബ്രാക്കറ്റ് മാറിപ്പോകുന്ന സംഭവം എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യുന്ന ചെയ്യാം കേട്ടോ. മറ്റൊരു ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ പ്രൂവ് ചെയ്യാം നമുക്കത്. അപ്പോൾ അസോസിയേറ്റീവ് ലോയും നമ്മുടെ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സിൽ ബാധകമാണ് എന്ന് പഠിച്ചു വയ്ക്കാം. അടുത്ത എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിനെ എനിക്ക് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ സി എന്ന് എഴുതാത്രേ. നമ്മൾ അങ്ങനെ വിളിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ബി പ്ലസ് എ സി എന്ന് എഴുതിക്കൂടെ? ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നേക്കണത്. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ സി എന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം കേട്ടോ, ചോദ്യങ്ങൾ വരുമ്പോൾ പ്രൂവ് ചെയ്യാം. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ഏത് വരുന്നുണ്ട്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ എന്നാ പറയുന്നത്. നമ്മൾ എന്താ പഠിച്ചത്, ഐഡംപൊട്ടന്റ് ലോ അല്ലെ. എയിലും കോമൺ ആയിട്ടുള്ള എന്ത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും അല്ലെ. സോ അപ്പോൾ എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ. അടുത്ത നൾ സെറ്റ് ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു നൾ സെറ്റ്, അതിനെ ലോ ഓഫ് നൾ സെറ്റ് എന്ന് വിളിക്കും. നൾ സെറ്റിലും എയിലും കൂടെ കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ലല്ലോ. നൾ സെറ്റിൽ ഒന്നുമില്ല ഓൾറെഡി, എയില് കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് വെച്ചാൽ ഏതാണ്, ഒന്നുമില്ലാത്ത തന്നെയായിരിക്കും. സോ നൾ സെറ്റ് തന്നെയായിരിക്കും. ഇനി യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റിലും എയിലും കോമൺ ആയിട്ട് വരുന്ന എന്ത് മാത്രമായിരിക്കും, എ ആയിരിക്കും. കാരണം യൂണിവേഴ്സൽ സെറ്റിൽ കുറെ എലമെന്റ്സ് ഉണ്ടാവും, അതിന്റെ സബ്സെറ്റ് ആയിരിക്കും എ എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സൽ സെറ്റിലും എയിലും കോമൺ ആയിട്ട് വരുന്ന എന്ത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവും, യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എ ആണ്. സോ ലോ ഓഫ് യു എന്നും നമ്മൾ അതിനെ വിളിക്കും. ഇനി നമ്മൾ നേരത്തെ സംഭവത്തിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ ഇഫ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി, എ എന്തിന്റെ സബ്സെറ്റ് ആണ്, ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ബിയിലുള്ള എലമെന്റ്സ് ആയിരിക്കും എയിൽ ഉണ്ടാവുക. എയിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല അല്ലെ. ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ എയുടെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. അവിടെ നമ്മൾ എങ്ങനെ പഠിച്ച എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൂപ്പർ സെറ്റിനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു. ഇവിടെ നേരെ തിരിച്ചാണ്, എ ഇന്റർസെക്ഷൻ ബി ആണ് കാണാൻ പറഞ്ഞെങ്കിൽ ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്, ഏതാണോ സബ്സെറ്റ് അതാണ്. ഓക്കെ, അപ്പൊ ഏതാണ് സബ്സെറ്റ് ഇവിടുത്തെ, എ ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. ഓക്കെ, ഇഫ് ബി ഈസ് സബ്സെറ്റ് ഓഫ് എ ആണെങ്കിലോ എന്തായിരിക്കും, എ ഇന്റർസെക്ഷൻ ബി, ഏതാണ് ഇവിടുത്തെ സബ്സെറ്റ്, ബി ആണ് അല്ലെ. സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ആയിരിക്കും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് ഈ ചോദ്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കിനി എന്താണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ മൈനസ് ബി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിക്കാം. അപ്പൊ നമ്മള് യൂണിയൻ പഠിച്ചു, ഇന്റർസെക്ഷൻ പഠിച്ചു, അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലെ. അതിലത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇവിടെ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇവിടെ നോക്കൂ, എ മൈനസ് ബിയുടെ സെറ്റ് ബിൽഡപ്പ് ഫോം ഞാൻ എന്താ എഴുതിയേക്കണത്, എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി എന്ന് എഴുതിയേക്കണം അല്ലെ. എന്ന് വെച്ചാൽ എന്താ, എയിലെ എലമെന്റ്സ് ആണ് ഞാൻ എഴുതേണ്ടത്, പക്ഷെ ബിയിൽ എലമെന്റ്സ് എഴുതാൻ പാടില്ല. എന്ന് വെച്ചാൽ എയിൽ എലമെന്റ്സ് ഞാൻ എഴുതാം, ബിയിൽ എലമെന്റ്സ് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് ഞാൻ എഴുതേണ്ടത്, പക്ഷെ എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന, എന്ന് വെച്ചാൽ ബിയിലും കൂടെ ഉള്ളത്. ഓക്കെ, എയിലുണ്ട് പക്ഷെ അത് ബിയിലും ഉണ്ടെന്ന് വെക്കാം. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നില്ലേ. അപ്പൊ എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് ഞാൻ എഴുതേണ്ടത്, അതിലെ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെ നമ്മൾ ഒഴിവാക്കി എഴുതണം. അതാണ് എ മൈനസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം, അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. എ ഈക്വൽ ടു 1, 5, 7, 9, 11 ആണെന്ന് വെക്കാം. ബി ഈക്വൽ ടു 1, 7, 8, 10, 12 ആണെന്ന് വെക്കാം. ഓക്കെ, എ മൈനസ് ബി ആണ് നിങ്ങളടുത്ത് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എയിലെ എലമെന്റ്സ് ആണ്. ഓക്കെ,
എ എന്ന സെറ്റിൽ എലമെന്റ്സ് ഈ 1 5 7 9 11 ആണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷെ അതിന് എന്തിനെ ഒഴിവാക്കണം? ബി എന്ന സെറ്റിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കണം. അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നതല്ലേ അങ്ങനെ വരിക. അപ്പൊ എ എന്ന സെറ്റിലെ ഈ 1 5 7 9 11 ഞാൻ എഴുതേണ്ടത്. പക്ഷെ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബി എന്ന സെറ്റിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ എന്തിനേക്ക് ഒഴിവാക്കണം? 1 7 ഇവിടെയും വരുന്നുണ്ട് അല്ലെ. അപ്പൊ 1 7 ഒഴിവാക്കി എയിലെ ബാക്കി എലമെന്റ്സിനെ എഴുതുക. എന്ന് വെച്ചാൽ ഏതൊക്കെ വരും? 5 വരും, 9 വരും, 11 വരും. കണ്ടോ? 1 7 ഇവിടെ വന്നുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കി ബാക്കി എയിലെ എലമെന്റ്സിനെ ഞാൻ എഴുതി. ഇനി തിരിച്ച് ബി മൈനസ് എ ആണെങ്കിലോ എന്തെഴുതണം? എന്താണോ ഇവിടെ തന്നിരിക്കുന്നത് ഈ സെറ്റിൽ എലമെന്റ്സ് ആണ് ഞാൻ എഴുതേണ്ടത്. പക്ഷേ ഇതിലും കൂടെ ഈ മൈനസ് എഴുതിയതിനു ശേഷം വരുന്ന ആ സെറ്റ് ഉണ്ടല്ലോ, അതിൽ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെ നമ്മൾ ഒഴിവാക്കണം. ബി എന്ന സെറ്റിൽ എലമെന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ എഴുതാൻ പാടുള്ളൂ. പക്ഷെ എയിലും കൂടെ വരുന്ന എലമെന്റ്സിനെ ഞാൻ ഒഴിവാക്കണം. ഏതൊക്കെയാ നോക്കിയേ, ഇവിടെയും 1 7 ആണ് വരുന്നത് അല്ലെ. ബാക്കി ഏതൊക്കെയുള്ള 8 10 12 ആണ് ബിയിലുള്ള 8 10 12. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആണോ? അവിടെ തന്നെ നമുക്ക് കിട്ടി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സിനെ എഴുതണം, എയിലും ബിയിലും കൂടെ ഉള്ള കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കണം. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിത്തെ എലമെന്റ്സിനെയാണ് എഴുതേണ്ടത്. എന്നിട്ട് ബിയിലും എയിലും കൂടെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ നമ്മൾ ഒഴിവാക്കി എഴുതും. ആണല്ലോ? സംഭവം മനസ്സിലായോ? എന്താണ് എ മൈനസ് ബി, എന്താണ് ബി മൈനസ് എ എന്നുള്ളത്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് ഞാൻ എഴുതേണ്ടത്. പക്ഷെ ഏതിനെ ഒഴിവാക്കണം? എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് നമ്മൾ ഒഴിവാക്കണം. കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയും നേരം നമ്മൾ കുറെ ഓപ്പറേഷൻസ് പഠിച്ചു അല്ലെ. യൂണിയൻ പഠിച്ചു, ഇന്റർസെക്ഷൻ പഠിച്ചു, പിന്നെ മൈനസ് ചെയ്യാൻ പഠിച്ചു അല്ലെ. ഈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ബട്ട് നോട്ട് ബി എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം കേട്ടോ. എ ബട്ട് നോട്ട് ബി, എ ആണ് പക്ഷെ ബി അല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ കുറെ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കൺസിഡർ ദ സെറ്റ് എ ആൻഡ് ബി ഗിവൺ ബൈ എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10 അല്ലെ. ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 12 ആണല്ലോ. നമുക്ക് എന്ത് കാണണം? എ യൂണിയൻ ബി കാണണം, ബി മൈനസ് എ കാണണം. എന്നിട്ട് എന്ത് വെരിഫൈ ചെയ്യണം? എ യൂണിയൻ ബിന്ന് എ കുറച്ചാൽ കിട്ടുന്ന സെറ്റ് ബി മൈനസ് എക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എയിനെയും ബിയിനെയും റോസ്റ്റർ ഫോമിൽ നമുക്ക് ആദ്യം എഴുതാം. എ എന്തായിരിക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10 എന്ന് വരുമ്പോ എവിടെ നിന്ന് തുടങ്ങും? 2 3 5 7. ഇനി വരുമോ? ഇല്ല. 2 3 5 7 ആണ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 അല്ലെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി ബി ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 12. 12നെ പെർഫെക്റ്റ് ആയിട്ട് ഹരിക്കുന്ന നമ്മുടെ സംഖ്യകൾ ഏതൊക്കെ വരും? 1 വരും അല്ലെ. 12/1 നമുക്കറിയാം കറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. പിന്നെ 12/2 കറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. പിന്നെ 12/3 കറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. പിന്നെ ഇത് വരും 4 വരും, പിന്നെ ഇത് വരും 6 വരും, പിന്നെ 12 വരും. ഓക്കെ. അപ്പൊ 1 2 3 4 6 12 ആയിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ. ഫൈൻഡ് എ യൂണിയൻ ബി. എന്തായിരിക്കും എ യൂണിയൻ ബി വരിക? എയും ബിയും കൂടെ അങ്ങോട്ട് ചേർത്ത് എഴുതിക്കേ. 2 3 5 7 ഇവിടെ ഉണ്ട്. 1 2 3 4 6 12 ഉണ്ട്. നമുക്കൊരു ഓർഡറിൽ എഴുതി പോവാം. ആദ്യം 1 എഴുതി, പിന്നെ 2 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 4 എഴുതി. ഇവിടെ 5 ഉണ്ട്, പിന്നെ 6 ഉണ്ട് അല്ലെ, 7 ഉണ്ട്, പിന്നെ 12 ഉണ്ട്. സോ ഏത് എഴുതി? 1 2 3 4 5 6 7 12. ഇവിടെ രണ്ട് ഭാഗത്തിന് 2 3 ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയുള്ളൂ 2 3 എന്നുള്ളത് ആണല്ലോ. അപ്പൊ 1 2 3 4 5 6 7 12. ഓക്കെ. ഇനി നോക്കി ബി മൈനസ് എ. എന്താണ് ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. ഞാൻ എന്തിനെ ഒഴിവാക്കണം? എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന സാധനത്തിനെ ഒഴിവാക്കണം. എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാ നോക്കിയേ? 2 ഉണ്ട് അല്ലെ. നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് വെട്ടിയിടാം, പക്ഷെ നിങ്ങൾ എക്സാം ചെയ്യരുത് കേട്ടോ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട് അല്ലെ. ഇനി വേറെ ഏതും കോമൺ ആയിട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എ കുറയ്ക്കുക. ദാറ്റ് മീൻസ് ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. എന്തിനെ ഒഴിവാക്കണം? എയിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കണം. അപ്പൊ 2 3 ഒഴിവാക്കി ബാക്കി 1 4 6 12 നമ്മൾ എടുത്തെഴുതണം. സോ 1 4 6 12 കിട്ടിയല്ലോ ബി മൈനസ് എ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് എന്ത് വെരിഫൈ ചെയ്യണം? എ യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യണം
അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡോ റൈറ്റ് ഹാൻഡ് സൈഡോ എടുക്കാം. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടിയിട്ടുണ്ട്, b മൈനസ് a കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്താണ് 1 4 6 12 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഈ 1 4 6 12 ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് a യൂണിയൻ b ന്ന് a കുറയ്ക്കണം എന്ന് വെച്ചാൽ ഇതിന് എന്ത് കുറയ്ക്കണം? നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതി വെക്കാം. a യൂണിയൻ b എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6 7 12 എന്ന് ഞാൻ എന്ത് കുറയ്ക്കണം? എയിലുള്ള എലമെന്റ്സിനെ കുറയ്ക്കണം. ദാറ്റ് ഈസ് 2 3 5 7 നമ്മൾ കുറയ്ക്കണം അല്ലെ. അതായത് ഇതിന്ന് 2 3 5 7 ഒഴിവാക്കിയിട്ട് എഴുതുക. അപ്പൊ എന്തായിരിക്കും വരിക? 1 ഉണ്ട്, പിന്നെ 2 3 പറ്റില്ല, 4 ഉണ്ട് അല്ലെ, പിന്നെ 5 അവിടെ ഓൾറെഡി ഉണ്ട് വേണ്ട, പിന്നെ 6 ഉണ്ട്, പിന്നെ 7 അവിടെ ഓൾറെഡി ഉണ്ട് അത് വേണ്ട, പിന്നെ 12. അതായത് ഈ 2 3 5 7 ഇവിടെ നിന്ന് ഒഴിവാക്കി, 2 3 5 7 ഒഴിവാക്കി 1 4 6 12 എടുത്ത് എഴുതി. അപ്പോ a യൂണിയൻ b മൈനസ് a എന്ന് പറഞ്ഞാൽ 1 4 6 12 തന്നെ കിട്ടിയേ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? b മൈനസ് a ആണ് അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി? Therefore a യൂണിയൻ b മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്നെ കിട്ടിയേ? b മൈനസ് എ എന്ന് തന്നെയാണ് കിട്ടിയത്. സിമ്പിൾ അല്ലേ? സോ നമുക്ക് ഇത്രയും ചെയ്താൽ തന്നെ ഏകദേശം ഒരു 3 മാർക്കിനടുത്ത മാർക്ക് നമുക്ക് കിട്ടി. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്തരം ചോദ്യങ്ങളൊക്കെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Let a equal to 1 2 3 4 5, b equal to 1 2 6 and c equal to 1 6 7 8 അല്ലെ. എയും ബിയും സി എന്നുള്ള 3 സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആദ്യം ഷോ ദാറ്റ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ആദ്യം എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വേണമെങ്കിൽ ഇവിടെ LHS എഴുതി വെച്ചോളൂ. എന്നിട്ട് അതിൽ ഏതാ ആദ്യം കാണേണ്ടത്? ബി ഇന്റർസെക്ഷൻ സി എന്താണോ ബ്രാക്കറ്റിനുള്ളിലുള്ളത് അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. സോ ബി ഇന്റർസെക്ഷൻ സി കാണാം. ബിയിലും സിയിലും കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട് നോക്കി. ആകെ എന്തുണ്ട്? 1 ഉണ്ട് 6 ഉണ്ട് അല്ലെ. സോ നമ്മൾ എന്ത് എഴുതി? 1 6. ഇതാ നോക്കിക്കോ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല, ഇവിടെ 7 8 ഉണ്ട്, ഇവിടെ 7 8 ഇല്ല അല്ലെ. അപ്പൊ കോമൺ ആയിട്ടുള്ളത് 1 6 ആണ്. ഇനി അടുത്തെന്താണ്? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബി ഇന്റർസെക്ഷൻ സിയുടെ ഒപ്പം എയും കൂടെ ചേർത്ത് എഴുതുക എന്ന് വെച്ചാൽ 1 2 3 4 5 പ്ലസ് 1 6 കൂടെ ചേർത്ത് എഴുതുക. 1 നമ്മൾ ഇവിടെ എഴുതുന്നതുകൊണ്ട് വീണ്ടും എഴുതണ്ട. സോ 1 2 3 4 5 6 എന്ന് വരും. സോ എന്തായിരിക്കും എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 ആയിരിക്കും. ഇനി നമുക്ക് എന്തെടുക്കാം? RHS എടുക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്തൊക്കെയാ? എ യൂണിയൻ ബിയും കണ്ടുപിടിക്കണം, എ യൂണിയൻ സിയും കണ്ടുപിടിക്കണം. ബ്രാക്കറ്റിലുള്ളത് രണ്ടുമാണ് അല്ലെ. എന്നിട്ട് അതിനെ രണ്ടിനെയും കൂടെ ഇന്റർസെക്ഷൻ ചെയ്യണം. സോ നമുക്ക് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എനെയും ബിനെയും കൂടെ ചേർത്ത് എഴുതുക അല്ലെ. എയും ബി എന്തൊക്കെയുള്ള? ഇവിടെ 1 മുതൽ 5 വരെ ഉണ്ട്, ഇവിടെ 1 2 6 ഉണ്ട്. സോ ചേർത്ത് എഴുതുമ്പോൾ 1 മുതൽ 6 വരെ കൂടെ എഴുതുക അല്ലെ. അപ്പൊ ഏതൊക്കെ വരും? 1 2 3 4 5 6. അപ്പൊ എ യൂണിയൻ ബി കിട്ടി. ഇനിയോ അടുത്ത എന്താ? എ യൂണിയൻ സി കാണണം അല്ലെ. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കിയേ? എയും സിയും കൂടെ ചേർത്ത് എഴുതാം. 1 2 3 4 5 1 6 7 8 കൂടെ ചേർത്ത് എഴുതാം. ദാറ്റ് മീൻസ് 1 2 3 4 5 വരെ നമ്മൾ ഇവിടെ ഇതിന്റെ എഴുതി. അവിടെ 1 വീണ്ടും വരുന്നുണ്ട്. 1 വർഷം ഒരു പ്രാവശ്യം എഴുതിയോണ്ട് ഞാൻ എഴുതണ്ട. പിന്നെ ഏതൊക്കെയുണ്ട്? 6 ഉണ്ട് 7 ഉണ്ട് 8 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളത് എഴുതി. ഇനി എന്തൊക്കെയാ കാണണ്ടേ? എന്താണ് എ യൂണിയൻ ബിയിലും പിന്നെ എ യൂണിയൻ സിയിലും എ യൂണിയൻ സിയിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്? അതാണല്ലോ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ. എ യൂണിയൻ ബിയിലെയും എ യൂണിയൻ സിയിലെയും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സാധനം ഏതൊക്കെയാ വന്നിരിക്കുന്നത്? 1 മുതൽ 6 വരെ ഉള്ളത് അല്ലെ. സോ 1 2 3 4 5 6. ഇവിടെ 7 8 കൂടി ഉണ്ട്. പക്ഷെ അത് നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം ഇതില് 7 8 ഇല്ല അല്ലെ. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് 1 മുതൽ 6 വരെയാണ്. നോക്കിയേ, ഇത് തന്നെയല്ലേ നമുക്കിവിടെ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ചെയ്തപ്പോഴും കിട്ടിയേ? 1 മുതൽ 6 വരെയുള്ള വാല്യൂസ് തന്നെയല്ലേ കിട്ടിയേ? സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. അതായത് LHS എന്തായിരുന്നു? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി
ഇന്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തെഴുതാം? ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടി. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? LHS എഴുതുക, RHS എഴുതുക, എന്നിട്ട് രണ്ടും കൂടെ ഈക്വൽ ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് A മൈനസ് B ഇന്റർസെക്ഷൻ C. നമുക്ക് B ഇന്റർസെക്ഷൻ C ഇവിടെ എവിടെയും കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? B ഇന്റർസെക്ഷൻ C ഇതാ 1,6 ആണ്. എയും തന്നിട്ടുണ്ട് 1, 2, 3, 4, 5. എന്തായിരിക്കും A മൈനസ് B ഇന്റർസെക്ഷൻ C എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്? എയിലെ എലമെന്റ്സ് ആണ് ഞാൻ എഴുതേണ്ടത്, പക്ഷെ B ഇന്റർസെക്ഷൻ സിയിൽ വരുന്ന ഒന്നും മാറും ഞാൻ എഴുതരുത്. ഓക്കെ, അതായത് എയിലത്തെയും B ഇന്റർസെക്ഷൻ സിയിലെയും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ നമ്മൾ എഴുതരുത്. നോക്കിയേ, എയിലെയും B ഇന്റർസെക്ഷൻ സിയിലെയും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാ? ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതാം? A മൈനസ് B ഇന്റർസെക്ഷൻ സിയില് 2 എഴുതാം, 3 എഴുതാം, 4 എഴുതാം, 5 എഴുതാം. എയിലെ ബാക്കി എല്ലാ എലമെന്റ്സിനും എഴുതി വെച്ചു. എന്തൊഴിച്ച്? ഒന്നൊഴിച്ച്. എന്തിനാണ് ഒന്നിനെ ഒഴിവാക്കിയത്? എയിലും B ഇന്റർസെക്ഷൻ സിയിലും അത് കോമൺ ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിവാക്കിയത്. അതായത് B ഇന്റർസെക്ഷൻ സിയിൽ ആ ഒന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിവാക്കിയത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത എന്താ കാണാൻ പറഞ്ഞേ? A യൂണിയൻ B മൈനസ് B ഇന്റർസെക്ഷൻ C കാണാം. A യൂണിയൻ B നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, B ഇന്റർസെക്ഷൻ C നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ഇനി എന്ത് ചെയ്യണം? A യൂണിയൻ B ന്ന് B ഇന്റർസെക്ഷൻ C കുറയ്ക്കണം. എന്ന് വെച്ചാൽ എന്താ? A യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് ആണ് ഞാൻ എഴുതേണ്ടത്, പക്ഷെ B ഇന്റർസെക്ഷൻ സിയിലും കൂടെ വരുന്ന സാധനത്തിനെ നമ്മൾ ഒഴിവാക്കണം. A യൂണിയൻ ബിയില് 1 മുതൽ 6 വരെ, ഇവിടെ B ഇന്റർസെക്ഷൻ സിയിൽ 1 മാറും. എന്ന് വെച്ചാൽ ഇവിടുന്ന് 1നെയും 6നെയും ഒഴിവാക്കി 2നെയും 3നെയും 4നെയും 5നെയും എഴുതി വെച്ചാൽ മതി. സോ ദാറ്റ് മീൻസ് 2, 3, 4, 5. അപ്പൊ ഇവിടുന്ന് മറ്റൊരു സാധനം കൂടെ നമ്മൾ പഠിച്ചു, പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. A മൈനസ് B ഇന്റർസെക്ഷൻ C എന്ത് തന്നെ കിട്ടിയേ? A യൂണിയൻ B മൈനസ് B ഇന്റർസെക്ഷൻ C തന്നെ കിട്ടി അല്ലെ? നോക്കി, രണ്ട് ഭാഗത്തും 2, 3, 4, 5 തന്നെയുള്ളത്. സോ ആൻസർ ആയി. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ 2 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇത്രയും മതി. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും സെറ്റ് എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? അടുത്ത് നമുക്കിനി കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിയൻ പഠിച്ചു, ഇന്റർസെക്ഷൻ പഠിച്ചു, മൈനസ് ചെയ്യാൻ പഠിച്ചു അല്ലെ? മൈനസ് ചെയ്യാൻ പഠിച്ചതിന്റെ എന്ത് പഠിച്ചില്ല? നമ്മള് വെൻ ഡയഗ്രം പഠിച്ചിട്ടില്ലേ? അപ്പൊ കോംപ്ലിമെന്റ് കൂടെ കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിന്റെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എന്ന് പറഞ്ഞ സാധനം രീതിയുണ്ട്, 1 മുതൽ 7 വരെയുള്ള രീതിയുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് 1, 3, 5, 7. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എയുടെ മുകളിൽ സി ഇടും അല്ലെ, അല്ലെങ്കിൽ എയുടെ മുകളിൽ ഒരു വെറും വരയിടും. ഇത് രണ്ടും ഡിനോട്ട് ചെയ്യുന്ന എന്തിനെയാണ്? എ കോംപ്ലിമെന്റ് എന്നതിനെയാണ്. ഓക്കെ, അപ്പൊ എയുടെ മുകളിൽ ഒരു സി ഇട്ട് കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ആണ്. എ ഇട്ട് മുകളിലൊരു ഡാഷ് ഇട്ടാലും അതെന്താണ്? എ കോംപ്ലിമെന്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് കോംപ്ലിമെന്റ് എന്നാണ്. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ആണ്. എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റുള്ള എലമെന്റ്സിനെയാണ് ഞാൻ എഴുതേണ്ടത്, പക്ഷെ എന്തിനെ ഒഴിവാക്കണം? എയിലുള്ളതിനെ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കി എല്ലാ എലമെന്റ്സിനെ എടുത്ത് എഴുതുക, എന്തിനെ ഒഴിവാക്കുക? എയിലുള്ളതിനെ ഒഴിവാക്കുക. അപ്പൊ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ, യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കി എല്ലാ എലമെന്റ്സിനെ എടുത്ത് എഴുതുക, ബിനെ ഒഴിവാക്കിയിട്ട്, ബിയിലെ എലമെന്റ്സിനെ ഒഴിവാക്കിയിട്ട്. അപ്പൊ സി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? സി എന്ന സെറ്റിലെ എലമെന്റ്സിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കുക, എന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കി എല്ലാ എലമെന്റ്സിനും എഴുതി വെച്ചാൽ സി കോംപ്ലിമെന്റ് ആയി. അപ്പൊ ഇവിടുത്തെ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? യു മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ഒഴിവാക്കണം നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന്? 1നെയും 3നെയും 5നെയും 7നെയും ഒഴിവാക്കുക. ബാക്കി എന്തൊക്കെയുള്ള? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട് അല്ലെ? 1, 3, 5, 7 ഒഴിക്കുക, ബാക്കി 2, 4, 6. ഇത്രേ ഉള്ളൂ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താ ചെയ്യേണ്ട? കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സെറ്റിന്റെ ആണോ കോംപ്ലിമെന്റ് കാണേണ്ടത് ആ സെറ്റിലെ എലമെന്റ്സിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെ എടുത്തെഴുതി നിരത്തി എഴുതി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. സപ്പോസ് യു ഈക്വൽ ടു 1, 2, 3, 4 അങ്ങനെ 10 വരെ ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബിയിലുള്ളത് 2, 4, 6 ആണെന്ന് വെക്കാം. ഓക്കെ, എന്തായിരിക്കും ബി കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ?
എന്തിനെ ഞാൻ ഒഴിവാക്കാം യൂണിവേഴ്സൽ സെറ്റിന്? ബിയിലുള്ള എലമെന്റ്സിന് ഒഴിവാക്കാം. അതായത് 2, 4, 6 ഉപയോഗിക്കാം. അപ്പൊ 1 എഴുതും, 3 എഴുതും, 5 എഴുതും, പിന്നെ 6 എഴുതണ്ട, 7 എഴുതണം, 8 എഴുതണം, 9 എഴുതണം, 10 എഴുതണം. സോ ദിസ് ഈസ് നോൺ ആസ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ വെൻ ഡയഗ്രം എങ്ങനെ വരയ്ക്കാമെന്ന് കൂടെ നോക്കാം. ബി കോംപ്ലിമെന്റിന്റെയും ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ മൈനസ് ബി അല്ലെ, അതിനെയും കൂടെ വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. കോംപ്ലിമെന്റിന് ആദ്യം വരയ്ക്കാം കേട്ടോ. സപ്പോസ് ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇതാണ് സെറ്റ് എ എന്ന് വെച്ചു, ഒറ്റ സെറ്റുള്ള കേസാന്ന് വെച്ചു. ഇത് സെറ്റ് എ. എന്തായിരിക്കും എ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊഴിവാക്കണം? യൂണിവേഴ്സൽ സെറ്റിന് എനെ ഒഴിവാക്കണം. ദാറ്റ് മീൻസ് എനെ നമ്മൾ വരയ്ക്കേണ്ട, ബാക്കി ഇവിടെയുള്ള ബാക്കി എല്ലാ സ്ഥലവും കൂടെ വരച്ചു വെക്കാം. എയുടെ ഉള്ളിലേക്ക് ടച്ച് ചെയ്യണ്ട. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? എ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ തന്നെ എയും ബിയും ഉണ്ടായിരുന്നു എന്ന് വെച്ചോ. ഓക്കെ, എയും ബിയും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെക്കാം. ഇതാ എയും ബിയും കൂടെ ജോയിന്റ് സെറ്റ് ആയിട്ട് വന്നിട്ടുള്ള സാധനമാണെന്ന് വെച്ചു. എന്തായിരിക്കും എ കോംപ്ലിമെന്റ്? സോറി, ഇവിടെ നമുക്ക് എ കോംപ്ലിമെന്റ് വരയ്ക്കാം, ബി കോംപ്ലിമെന്റ് വരയ്ക്കാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി എന്ന സെറ്റിനെ ഒഴിവാക്കുക, എന്നിട്ട് ബാക്കി എല്ലാ ഭാഗവും കൂടെ അങ്ങോട്ട് എന്ത് ചെയ്യാ? ഷെയ്ഡ് ചെയ്യാ. ഓക്കെ, ബിയിൽ മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്യണ്ട, ബാക്കി യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കി എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായി? ബി കോംപ്ലിമെന്റ് ആയി. എയും ബിയും കൂടെ കൂടിച്ചേരുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യണോ? വേണ്ട. കാരണം എന്താ? അതും ബിയുടെ ഭാഗമാണ് അല്ലെ, അപ്പൊ നമുക്ക് അതും എഴുതാൻ പറ്റില്ല. അപ്പൊ ബാക്കി എല്ലാ ഭാഗങ്ങളും കൊണ്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ ബി കോംപ്ലിമെന്റ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എ മൈനസ് ബിനെയാണ് വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് വെക്കാം. നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമുക്ക് പല രീതിയുണ്ട് അല്ലെ. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ജോയിന്റ് സെറ്റ് ആയിരിക്കാം, ഡിസ്ജോയിന്റ് സെറ്റ് ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ ആവാം. നമുക്കിപ്പോൾ ആദ്യം നമുക്ക് ജോയിന്റ് സെറ്റ് വരയ്ക്കാം. എ ഉണ്ട്, ബി ഉണ്ട് അല്ലെ. ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, നമ്മൾ എ മൈനസ് ബി ആണ് അടയാളപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള എലമെന്റ്സിനെയാണ് ഞാൻ എഴുതേണ്ടത് അല്ലെ. എയിലുള്ള എലമെന്റ്സിനെയാണ് ഞാൻ എഴുതേണ്ടത്. പക്ഷെ എന്തിനു ഒഴിവാക്കണം? ബിയിലും എയിലും കൂടെ കോമൺ ആയിട്ടുള്ള ഒഴിവാക്കണം. അപ്പോ ബിയിലും എയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാ ഈ സാധനമായിരിക്കും ബിയിലും എയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കോമൺ ആയിട്ടുള്ള ഭാഗത്തിനെ ഒഴിവാക്കി എനെ മാത്രം ഷെയ്ഡ് ചെയ്ത് വെക്കാം. സോ എ മൈനസ് ബി ആയി. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഓക്കെ, ഇനി ബി മൈനസ് എ ആണ് ചോദിച്ചെങ്കിലോ നമ്മൾ ഏത് ഷെയ്ഡ് ചെയ്യായിരുന്നു? ബി മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. മനസ്സിലായോ? ബി മൈനസ് എ ആണ് ചോദിച്ചെങ്കിൽ ബിയിലെ ഈ കോമൺ ആയിട്ടുള്ള ഭാഗത്തിനെ ഒഴിവാക്കി ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തായി? ബി മൈനസ് എ ആയി. ഓക്കെ, ഇനി സപ്പോസ് ഇത് ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്ന് വെക്കാം. ഇത് എ, ഇത് ബി, ഇത് യൂണിവേഴ്സൽ സെറ്റ്. എ മൈനസ് ബി ആണ് കാണാൻ പറഞ്ഞെങ്കിൽ ഇവിടെ വല്ലതും കോമൺ ആയിട്ടുണ്ടോ? എയിലും ബിയിലും. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ള എലമെന്റ്സിന് എഴുതണം, പക്ഷെ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതിനെ ഒഴിവാക്കണം. കോമൺ ആയിട്ട് ഒന്നുമില്ല. സോ അപ്പൊ ഏതാണോ എ അതിനെ മാത്രം ഷെയ്ഡ് ചെയ്ത് വെക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി സബ്സെറ്റ് ആണ് വന്നെങ്കിലോ നമുക്ക് ഇവിടേക്ക് വരയാം. സബ്സെറ്റ് ആണെന്ന് വെക്കാം. സപ്പോസ് എ യുടെ സബ്സെറ്റ് ആണ് ബി എന്ന് വെക്കാം. ഇത് എ, ഇത് ബി, ഇത് യൂണിവേഴ്സൽ സെറ്റ്. എന്തായിരിക്കും എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എയിലുള്ള എലമെന്റ്സിനെയാണ് ഞാൻ എഴുതേണ്ടത്, പക്ഷെ എന്തിനു ഒഴിവാക്കണം? ബിനെ ഒഴിവാക്കണം അല്ലെ. അപ്പോ എയിലുള്ള എലമെന്റ്സിനെ എഴുതണമെങ്കിൽ ബിനെ ഒഴിവാക്കണമെങ്കിൽ ഏതാ വരിക? ഈ ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്ത് വെക്കുക. കണ്ടോ, ബി നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല. സോ ഇതാണ് എ മൈനസ് ബിയുടെ റെപ്രസെന്റേഷൻ. ബി മൈനസ് എ ആണെങ്കിൽ തിരിച്ച് ഓക്കെ ആണല്ലോ, തിരിച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ബി മൈനസ് എ എന്തായിരിക്കും? ബിയിലുള്ള എലമെന്റ്സ് എഴുതണം, എയിലുള്ള ഒഴിവാക്കണം. എന്തെങ്കിലും ഉണ്ടാവോ? കാരണം എയുടെ സബ്സെറ്റ് ആണ് ബി അല്ലെ. അപ്പൊ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വെറുതെ വരച്ചു വെച്ചാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? അടുത്തായി നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കി നോക്കാം. കോംപ്ലിമെന്റ് എന്താണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഏത് സെറ്റിനെയാണോ കോംപ്ലിമെന്റ് കാണേണ്ടത് ആ സെറ്റിലെ എലമെന്റ്സിനെ ഒഴിവാക്കി എഴുതി കഴിഞ്ഞാൽ അതെന്തായി? കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ആയി അല്ലെ. യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സ് എഴുതാം, എന്തെഴുതരുത്? ഏത് സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണോ കാണുന്നത് ആ സെറ്റിലുള്ള എലമെന്റ്സിന് എഴുതരുത്, ബാക്കി എല്ലാ എലമെന്റ്സിനും എഴുതുക. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് എന്നാ പറയുന്നത്. എ എന്ന് പറഞ്ഞ സെറ്റ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ എന്തിനെ ഒഴിവാക്കിയത്? എനെ ഒഴിവാക്കിയതാണ് അല്ലെ. അത് രണ്ടും കൂടെ ചേർത്ത പിന്നെ എന്താ കിട്ടുക?
യൂണിവേഴ്സൽ സെറ്റ് തന്നെയല്ലേ കിട്ടുക. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് തന്നെയായിരിക്കും അല്ലെ. ഇവിടെ എയിൽ എലമെന്റ്സ് ഉണ്ട്, ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എനെ ഒഴിവാക്കി ബാക്കി എല്ലാ എലമെന്റ്സിനും ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടും. അടുത്ത പ്രോപ്പർട്ടി നോക്കൂ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ് എന്നാ പറയുന്നത്. എയിലെ എലമെന്റ്സിനെ ഒഴിവാക്കിയിട്ടാണ് എ കോംപ്ലിമെന്റിൽ എഴുതുന്നത്. അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. അടുത്ത നോക്കൂ, എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് എനെ ഒഴിവാക്കി നമ്മൾ എഴുതി. അപ്പോ എയിൽ ഇല്ലാത്ത എലമെന്റ്സ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക. വീണ്ടും അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഈ എ കോംപ്ലിമെന്റിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കിയിട്ട് എഴുതണം. അപ്പൊ എന്ത് തന്നെ കിട്ടുക? എ തന്നെ കിട്ടും. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കും. അടുത്ത് നാലാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, യു കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് യൂണിവേഴ്സൽ സെറ്റിലെ തന്നെ എല്ലാ എലമെന്റ്സിനും ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റ് പോലും ബാക്കി അതിലുണ്ടാവില്ല. സോ ഇറ്റ് ഈസ് നൾ സെറ്റ്. ക്ലിയർ ആണോ? അടുത്ത് നോക്കൂ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റുമാണ്. ഇത് നമുക്ക് എക്സാമ്പിൾ വഴി പ്രൂവ് ചെയ്യാം കേട്ടോ. ഒരു ചോദ്യം വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ. എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആയിരിക്കും. ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം വഴി നോക്കി നോക്കൂ. ലെറ്റ് യു ഈക്വൽ ടു 1 മുതൽ 7 വരെ അല്ലെ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 7 ഉള്ള നാച്ചുറൽ നമ്പേഴ്സിനെ എഴുതിയിട്ടുണ്ട്. എയിൽ നമ്മൾ 1 4 6 7 ബിയിൽ 1 2 3 എഴുതിയിട്ടുണ്ട്. ചോദ്യം എന്താ? എ കോംപ്ലിമെന്റ് കാണണം, ബി കോംപ്ലിമെന്റ് കാണണം, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണണം, എ യൂണിയൻ ബി കാണണം. പിന്നെ എന്ത് ഷോ ചെയ്യണം? എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. നമുക്ക് അപ്പൊ ആദ്യം എന്ത് കാണാം? എ കോംപ്ലിമെന്റ് കാണാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിന് എ എന്ന സെറ്റിനെ ഒഴിവാക്കി എഴുതുക. യൂണിവേഴ്സൽ സെറ്റിന് എ എന്ന സെറ്റിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കി എഴുതുക അല്ലെ. അതായത് 1 4 6 7 ഒഴിവാക്കണം. 1 4 6 7 ഒഴിവാക്കിയാൽ ബാക്കി ഏതാ ഉണ്ടാവും? അവിടെ 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 5 ഉണ്ടാവും അല്ലെ. അപ്പൊ യു മൈനസ് എ എന്ന് പറഞ്ഞാൽ 2 3 5 ആണ്. ഓക്കെ, ഇനി അടുത്തത് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ യൂണിവേഴ്സൽ സെറ്റിന് ബിയിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കണം. ഏതിനൊക്കെ ഒഴിവാക്കണം? 1 2 3 ഒഴിവാക്കണം. ബാക്കി എന്തൊക്കെ ഉണ്ടാവും? 4 ഉണ്ടാവും, 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും അല്ലെ. അടുത്തതിന് എന്ത് കാണണം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കി. എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഒരു 5 ഉണ്ട് അല്ലെ. സോ അപ്പോ 5 ആയിരിക്കും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്ത് കണ്ടുപിടിക്കണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എയും ബിയും കൂടെ ഒന്നിച്ച് ചേർത്ത് നമ്മൾ എഴുതണം. സോ എ യൂണിയൻ ബി എന്തായിരിക്കും എന്ന് പറഞ്ഞേ? 1 4 6 7 1 2 3. ദാറ്റ് മീൻസ് 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അവിടെ എന്താ കാണാനുള്ളൂ? നമ്മള് റൈറ്റ് ഹാൻഡ് സൈഡ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് 5 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കാണേണ്ടതിന് യൂണിവേഴ്സൽ സെറ്റിന് എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഇതാ എ യൂണിയൻ ബിയിലെ 1 2 3 4 6 7 അത് മൊത്തം യൂണിവേഴ്സൽ സെറ്റിൽ ഒഴിവാക്കണം. അതായത് 1 ഒഴിവാക്കണം, 2 ഒഴിവാക്കണം, 3 ഒഴിവാക്കണം, 4 ഒഴിവാക്കണം, 6 ഒഴിവാക്കണം, 7 ഒഴിവാക്കണം. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ അല്ലെ. സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 5 ആയിരിക്കും. നോക്കിയേ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് 5 എന്ന് കിട്ടി. എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റും നമുക്ക് 5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. സോ എന്താ എഴുതാം നമുക്ക് ഇനി ലാസ്റ്റ്? ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഇത്രേ ഉള്ളൂ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് യു ഈക്വൽ ടു 1 2 3 4 5 6 7 8 അല്ലെ. എ ഈക്വൽ ടു 2 4 6 8 ആണ്. ബി എന്ന് പറഞ്ഞാൽ 2 4 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണണം? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കാണണം. പിന്നെ എന്തും പ്രൂവ് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നും കാണണം. നമ്മൾ നേരത്തെ കണ്ടത് തിരിച്ചായിരുന്നു അല്ലെ. എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് പ്രൂവ് ചെയ്തത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? എ കോംപ്ലിമെന്റ് കാണണം അല്ലെ. എന്തായിരിക്കും എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
യൂണിവേഴ്സൽ സെറ്റിന് 2, 4, 6, 8 ഒഴിവാക്കാം. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കാം. ഏതൊക്കെ പോവും? 2, 4, 6, 8 പോവും. ബാക്കി എന്തൊക്കെ ഉണ്ടാവും? 1 ഉണ്ടാവും, 3 ഉണ്ടാവും, 5 ഉണ്ടാവും, 7 ഉണ്ടാവും അല്ലെ. 2, 4, 6, 8 കഴിഞ്ഞാൽ 1, 3, 5, 7. ഇനി ബി കോംപ്ലിമെന്റോ എന്ത് ഒഴിവാക്കണം? 2, 4, 8 ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സിനെ ഒഴിവാക്കണം. ഏതൊക്കെ വരും? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട് അല്ലെ. അപ്പൊ 1, 3, 5, 6, 7 ആണ് ബി കോംപ്ലിമെന്റ് എന്നുള്ള സെറ്റിൽ വരാം. അടുത്ത എന്ത് വേണം? പ്രൂവ് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെ കാണണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കാണണേ. നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടു നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ആദ്യം കാണണം, എന്നിട്ട് അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് കാണാം അല്ലെ. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ നോക്കിയേ? 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട് അല്ലെ. 2, 4, 8 ഇവിടെ ഉണ്ട്, 2, 4, 8 ഇവിടെ ഉണ്ട് അല്ലെ. ഇനി എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് നോക്കിയേ. 2, 4, 8 നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കണം. ദാറ്റ് ഈസ് യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആണ് അല്ലെ. എന്തൊക്കെ വരും നോക്കിയേ? 1 വരും, 3 വരും അല്ലെ. പിന്നെ 4 വരില്ല, 5 വരും, 6 വരും, 7 വരും അല്ലെ. 1, 3, 5, 6, 7 ആണല്ലോ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 3, 5, 6, 7 ആണ് വരിക അല്ലെ. ഇനി നമ്മൾ എന്ത് കാണണം? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എഴുതി നോക്കിയേ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കൂടെ ചേർത്ത് എഴുതി വെക്കണം. 1, 3, 5 ഉണ്ട് അല്ലെ, 6 ഉണ്ട്, 7 ഉണ്ട്. സോ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1, 3, 5, 6, 7 നോക്കിക്കേ. എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും എന്ത് തന്നെയാണ്? 1, 3, 5, 6, 7 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിൾ അല്ലേ? അപ്പൊ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് വരെയുള്ള എല്ലാ പോർഷനും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.4ഉം 1.5ഉം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്കോ ചാനലിലേക്കോ ഒക്കെ മെസ്സേജ് അയക്കാം. ഓക്കെ, സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു തരും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർക്കാം കേട്ടോ. പിന്നെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം? കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്താൽ നമ്മൾ പക്കയായിട്ട് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ആൻഡ് താങ്ക് യു വെരി മച്ച്.